മറ്റേ സ്ട്രോങ് റൂം തുറക്കുന്നുണ്ട്, അപ്പോൾ താങ്കളുടെ ഒരു പ്രതിനിധി അങ്ങോട്ട് അയക്കണം എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് റൂം തുറക്കേണ്ടപ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു കാര്യം മറന്നു വെച്ചു. അപ്പോൾ ഇന്നലെ കോഴിക്കോട് കേട്ടിട്ടുള്ള അതേ ന്യൂസാണ് എനിക്ക് ഇവിടെയും കേൾക്കാൻ കഴിഞ്ഞത്. ആ EVM ഉള്ള. അപ്പോൾ അതിനുശേഷം ഞാൻ കളക്ടറെ നിരന്തരമായി വിളിക്കുകയായിരുന്നു. അങ്ങനെ കളക്ടർ ഒരു 10-15 പ്രാവശ്യം വിളിച്ചു. പിന്നെ കളക്ടർ കിട്ടി. അപ്പോൾ കളക്ടർ പറഞ്ഞു ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ പറഞ്ഞു അത് EVM വെച്ച സ്ട്രോങ് റൂം അല്ല, കോഴിക്കോട് അതേ പക്ഷം വേറെ മെറ്റീരിയൽസ് വെച്ച സ്ട്രോങ് റൂം, ഇന്റർമീഡിയറ്റ് സ്ട്രോങ് റൂം സാങ്കേതികം എന്ന ഒരു കാര്യം ചെയ്യും. ഈ സാധനമൊക്കെ ഇവരുടെ ഓഫീസിൽ വെച്ചാൽ മതി, അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തിനു തുറക്കുന്നു എന്തിനാണെന്ന് അറിയണം, ഞങ്ങൾക്ക് അറിയണ്ടേ. പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സംസാരിക്കുന്നത് ഈ നമ്മളുണ്ടാക്കിയ EVM പല തിരിമറിയും നടക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവരെന്തെങ്കിലും വല്ല ഇലക്ട്രോണിക് ഉപകരണം കൊണ്ട് എന്ത് ചെയ്താലോ. അപ്പോൾ അത് നമുക്ക് വെക്കണം. ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല അത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. ഇതൊക്കെയാണല്ലോ. അതേപോലെ എനിക്ക് ഇതൊരു അടിപൊളി ആയിട്ടുണ്ട്. ഇനിയിപ്പോ UDF കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒന്നും എന്താക്കണ്ട, മുഖ്യമന്ത്രി ആരാണെന്നോ അല്ലെങ്കിൽ മന്ത്രിമാരാരൊക്കെയാണെന്നോ അല്ലെങ്കിൽ സ്പീക്കർ ആരാണെന്നോ ഇതൊന്നും ഇനി എന്താക്കണ്ട, അതിനെപ്പറ്റി ചർച്ച നടത്തണ്ട. അതാ നല്ലത്. തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഭരണം കിട്ടിയാലല്ലേ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഭരണം കിട്ടുന്നുള്ള ഇനിയുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട. കാരണം ഒന്നിന് പുറകെ ഓരോന്നായിട്ട് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മലപ്പുറത്ത് തുടങ്ങി, കോഴിക്കോട്ട് വന്ന് ഇപ്പോൾ പാലക്കാട് വരുന്നു. അങ്ങനെ ഓരോ ഇടത്തും മെയ് 4-ന് മുമ്പ് ഓരോ ദിവസം ഓരോ സ്ട്രോങ് റൂമുകൾ തുറന്ന് മാക്സിമം പ്രോഗ്രാമൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഏർപ്പാടുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താക്കുക, എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഉള്ള കട്ടൻ ചായയും പരിപ്പോടെ അല്ലെങ്കിൽ ബിരിയാണിയോ മന്തിയോ കുഴിമന്തിയോ അൽഫാമോ എന്താ ഉള്ളത് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് തിന്നിട്ട് കിടന്നുറങ്ങിക്കോളി. അതാ ഇപ്പം ഇനി ചെയ്യാനുള്ളത് അതാ ഉള്ളൂ. അല്ലാണ്ട് മുഖ്യമന്ത്രി ആരാ, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിരുന്നിട്ട് ആരാ മുഖ്യമന്ത്രി, ആരാ ഉപമുഖ്യമന്ത്രി, അല്ല ആരാ മന്ത്രിമാര്, വിദ്യാഭ്യാസം ആർക്കാ, ധനകാര്യ ആർക്കാ, ആഭ്യന്തര ആർക്കാ എന്നൊന്നും ആരും വലിയ ചർച്ച ഒന്നും വേണ്ട. തീർന്നിട്ടുണ്ട്. ഇനി ചർച്ച ഒന്നും കാര്യമില്ല. ഇതവിടെ തീരുമാനമാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വേണ്ട വിധത്തിൽ കൊണ്ടുപോയ EVM എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത EVM കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ചർച്ചയും മന്ത്രിമാരുടെ ചർച്ചയും സ്പീക്കർമാരുടെ ചർച്ചയും ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. തീരുമാനം ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് തുറക്കുമ്പോൾ എന്തായിരുന്നു പറഞ്ഞേ, ഡയറി വെച്ച് മറന്നു. ഇതിപ്പോൾ പാലക്കാട് തുറക്കുകയാണ്, അവിടെയും ഡയറി വെച്ച് മറക്കുകയാണ്. എല്ലായിടത്തും ഡയറി വെച്ച് മറക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണല്ലോ. ഡയറി ആണോ വെച്ച് മറന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ സംശയമൊന്നും ഉണ്ടാവില്ല. അട്ടിമറിക്കല്ല, പിടിച്ച് തകിടം മറിച്ചിട്ടുണ്ട്. ഇനി മറിക്കാൻ ബാക്കിയൊന്നുമില്ല. മറിക്കേണ്ട രീതിയിൽ മറിച്ച് വെച്ചിട്ടുണ്ട്. വോട്ടും ആയാലും ബാക്കിയുള്ളതായാലും. ഇപ്പൊ ഇവിടെ ആര് ശശിയായി? ആരാ ശശിയായേ? UDF ആരാണോ ശശിയായത്? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണോ? ഊമ്പിയതാരാ? ലീഗുകാരനാണോ? അല്ലെന്നേ. ഇവരൊന്നല്ല ഊമ്പിയത് കേരളത്തിലെ പ്രബുദ്ധരായ ജനാണ്. ജനം തീരുമാനിച്ച് വോട്ടൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ നമ്മുടെ മുന്നിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം എന്തായി? വോട്ട് ചെയ്തവര് ഇനി റിസൾട്ട് വരുമ്പോൾ എന്താക്കും? നമ്മൾ മുഖത്തോട് മുഖം നോക്കും. ഞാനിപ്പോൾ നിങ്ങളെ നോക്കും പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. നീ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്തോ, അവൻ ചെയ്തോ, ഇവൻ ചെയ്തോ, ഇതന്നെ, വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനും പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. ഇത് ഇങ്ങനെ തന്നെ തുടരും. അതുകൊണ്ട് ഇതിലിനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചകളൊക്കെ ചെയ്തിട്ട് വെറുതെ സമയം ആരും കളയണ്ട. വല്ല കുഴിമന്തിയോ അൽഫാമോ കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിക്കോളി. ആ ഉറക്കെങ്കിലും കിട്ടും. അതെങ്കിലും ബാക്കി ഉണ്ടാവും. അന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങി, ഞാൻ നല്ല തിന്നിട്ട് വയറ് നിറച്ച് ചിക്കൻ മന്തിയും മട്ടൻ മന്തിയും ബീഫും പൊറോട്ടയും ഒക്കെ തിന്നിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നെങ്കിലും ഒരാശ്വാസം ഉണ്ടാകും. അതെങ്കിലും ബാക്കി ഉണ്ടാവും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ കൺമുന്നിലൂടെയാണ് ഈ തിരിമറികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കൺമുന്നിലൂടെയാ. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ആരെയാണ് കളിയാക്കുന്നത്, ആരെയാണ് പരിഹസിക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കിയിട്ട് പല്ലിളിച്ച് കാണിക്കുക.
നീയൊക്കെ വോട്ട് ചെയ്തല്ലടാ. നിന്റെയൊക്കെ വോട്ടിന് എന്താ വാല്യൂ? നിന്റെയൊക്കെ വോട്ട് ആർക്ക് വേണം? ഈ വോട്ടൊന്നുമല്ല വിഷയം, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുക. മനസ്സിലായില്ലേ? പൊട്ടന്മാരായ നമ്മള് ഓൻ പല്ലിളിച്ച് കാണിക്കുമ്പോ ഓന്റെ പല്ലിന് എന്താ ചേല്, എന്താ വെളുപ്പ്, വെട്ടി തിളങ്ങാണല്ലോ, കറൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ചിരിക്കുക. നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് പരിപാടി ഉഷാറായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അണ്ണാക്കിൽ പിരിവെട്ടിയിട്ട് ഇരിക്കുക നമ്മളെല്ലാവരും, അത്രയേ ഉള്ളൂ. ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു വെച്ചു കഴിഞ്ഞു. ടാർഗറ്റ് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കോഴിക്കോടിൽ 13 UDF വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നതാ. അതുപോലെ പാലക്കാട് വളരെ വലിയ മുന്നേറ്റം പാലക്കാട്ട് നടത്താനുള്ള സാധ്യതകളും ഉണ്ടായതാ. ഒക്കെ അട്ടിമറിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടിയിട്ട് എന്താ പറഞ്ഞേ? ശോഭാ സുരേന്ദ്രൻ തോക്കുന്നു. നിങ്ങൾ കണ്ടോ? ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. ആരൊക്കെ തോക്കുമെന്ന് നമ്മൾ പറഞ്ഞോ അവരൊക്കെ വിജയിക്കും. ആരൊക്കെ വിജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞോ അവരൊക്കെ പരാജയപ്പെടുകയും ചെയ്യും. സെറ്റാണ്. പ്രോഗ്രാം ചെയ്ത് വളരെ കൃത്യമായിട്ട് എല്ലാം വളരെ കൃത്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ആരാ മുഖ്യമന്ത്രി, ആരാ മന്ത്രിമാര്, എത്ര മന്ത്രിമാർ ലീഗിനുണ്ടാകും, എത്ര മന്ത്രിമാർ കോൺഗ്രസിനുണ്ടാകും, ബാക്കിയുള്ളവരൊക്കെ എത്ര മന്ത്രിമാരുണ്ടാകും, ആരെ സ്പീക്കറാക്കും, ഒന്നും ചർച്ച വേണ്ട. തീർന്ന് വെടി കഴിഞ്ഞ്. കാരണം പുറത്തേക്ക് വരാൻ പോകുന്നത് ജനവിധിയല്ല. പുറത്തേക്ക് വരാൻ പോകുന്നത് ജനം വോട്ട് ചെയ്തതിൻ്റെ ഫലമല്ല വരാൻ പോകുന്നത്. മറിച്ച് EVM മെഷീനുകളിൽ നടന്നിരിക്കുന്ന തിരിമറികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിസൾട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അതല്ലാതെ ജനം വോട്ട് ചെയ്തത് പുറത്തേക്ക് വരുമെന്ന് ആരും കരുതണ്ട. അതൊക്കെ പണ്ടേ തോട്ടിൽ കളഞ്ഞു. അതൊക്കെ വേണ്ട രീതിയിൽ പ്രോഗ്രാമുകൾ ചെയ്ത് സെറ്റ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാമുകളുടെ റിസൾട്ടാ. അതാ ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ആരാ, ലീഗിൻ്റെ മന്ത്രിമാരെത്രയാ, കോൺഗ്രസിൻ്റെ മന്ത്രിമാരെത്രയാ, ആരാ സ്പീക്കർ, ഇതൊന്നും ഇനി ചർച്ച വേണ്ട. ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൽ പോയിട്ടും നോക്കിയിട്ടും കാവലിരുന്നിട്ടും ഒന്നും കാര്യമില്ല. ചെയ്യേണ്ടവർ അവരുടെ കാര്യങ്ങൾ വളരെ വൃത്തിയായി വെടിപ്പായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തീർക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വോട്ടിനോ നമ്മുടെ സമ്മതിദാനാവകാശത്തിനോ ഒന്നും യാതൊരു വിലയുമില്ല. എല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ വെയിൽ കൊണ്ടും ക്യൂ നിന്നും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ട് നമ്മളെല്ലാവരും കൈവിരൽ ഉയർത്തി കാണിച്ചില്ലേ? ഒരു കാര്യമില്ല. വെറുതെ നമ്മുടെ സമയം പോയി, നമ്മൾ കൊണ്ട വെയിൽ പോയി. എത്രയധികം ആളുകളാ ദിവസങ്ങളോളം മഴ ഉണ്ടായിട്ടില്ല, ആ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ടിട്ട് പ്രചരണങ്ങൾ നടത്തിയതൊക്കെ വെറുതെയാ. പോസ്റ്റർ ഒട്ടിച്ചത് വെറുതെയാ, ബാനർ കെട്ടിയത് വെറുതെയാ, പ്രചരണങ്ങൾ നടത്തിയത് വെറുതെയാ, ചാണ്ടി ഉമ്മൻ സൈക്കിൾ ഔട്ടിയത് വെറുതെയാ, എല്ലാം വെറുതെയാ. ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇപ്പം പാലക്കാട്ട് നിന്ന് ഓരോ ദിവസം ഓരോ സ്ഥലത്ത്. മലപ്പുറത്തായിരുന്നു ആദ്യം, പിന്നെ കോഴിക്കോട്ടെത്തി, ഇപ്പം പാലക്കാട്ടെത്തി. ഇനി ഓരോന്ന് വരും ദിവസങ്ങളിലും ഓരോന്ന് ഇതുപോലെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ UDF മേൽക്കൈ ഉണ്ടാകേണ്ട ഏരിയകളാണ് ഇതൊക്കെ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, ഇതൊക്കെ UDF വലിയ മുന്നേറ്റമുണ്ടാകുന്ന, വലിയ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ജില്ലകളാ. അവിടെയൊക്കെ കറക്റ്റായിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാ മുഖ്യമന്ത്രി ചർച്ച, ഇനി എന്തിനാ മന്ത്രിമാരുടെ ചർച്ച? ഒന്നും വേണ്ട. ഖത്തം എല്ലാം തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ചോറുണ്ടെങ്കിൽ വീട്ടിൽ, ഇല്ലെങ്കിൽ പിന്നെ അതും പറയാൻ പറ്റൂല. ഉണ്ടെങ്കിൽ അതും തിന്നിട്ട് വയറും നിറയെ തിന്നിട്ട് കിടന്നുറങ്ങാം. അതേ ഇനി വഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്നലെ കോഴിക്കോട് തുറക്കുമ്പോൾ പറഞ്ഞത് എന്താ? അത് വെച്ച് മറന്നു, ഇത് വെച്ച് മറന്നു, സ്ട്രോങ് റൂം അല്ല തുറന്നത്, മെറ്റീരിയൽ റൂമാണ് തുറന്നത് എന്നൊക്കെയല്ല പറയുന്നത്. ഇപ്പം ഇന്ന് ഇവിടെ എന്താ പറയുന്നത്? പാലക്കാട്ട് സ്ട്രോങ് റൂം അല്ല തുറക്കുന്നത്, ഡയറി വെച്ച് മറന്നു, മെറ്റീരിയൽ റൂമാണ്. ഈ മെറ്റീരിയൽ റൂം എന്തിനാ അവിടെ കൊണ്ടേ വെച്ചിന്? മെറ്റീരിയൽ റൂം വേറെ എവിടെയെങ്കിലും വെച്ചാൽ പോരെ? ഇടക്കിടക്ക് തുറക്കേണ്ടതുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കണം. അതുപോലെ ഇപ്പം മറവി, ഇപ്പം കോഴിക്കോട് തുറന്ന് മറന്നിട്ടാന്ന് വിചാരിക്കും, അപ്പോൾ ഇവിടെ തുറക്കണതോ അവിടെയും മറന്നു എന്നാ പറയുന്നത്.
ഇപ്പം എല്ലായിടത്തും മറവിയാണ് അത്രേ. അപ്പം കൃത്യമായിട്ട് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ മറക്കാതെ ആ ഡയറി അവിടെ തന്നെ വെച്ചത്. അത് അവിടെ നിന്ന് എടുക്കേണ്ട ഡയറി മെറ്റീരിയൽ റൂമിൽ വെച്ച് പൂട്ടിയത് മറവി ആയിരുന്നില്ല. അത് ബോധപൂർവം മനഃപൂർവ്വം അവിടെ വെച്ച് അവിടെ വെക്കുകയായിരുന്നു. കാരണം എന്താ, എന്നാലേ അതിൻ്റെ പേരിൽ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പഴയ പോലല്ലല്ലോ, ഇപ്പം എല്ലാം ഇലക്ട്രോണിക് അല്ലേ, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇത് തുറക്കാതെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ, ഇപ്പം നമുക്ക് എല്ലാം ഫിസിക്കലി ഈ വയറൊന്നും കണക്ട് ചെയ്യണമെന്നില്ല. ഈ സാധനങ്ങളൊക്കെ ഇപ്പം വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാതെ, ഫിസിക്കൽ കണക്ഷനുകൾ ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം മെയ് 4-ന് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇനി കാത്തിരിപ്പൊന്നും വേണ്ട. ഇനി നിങ്ങളെ പണി നോക്കിയിട്ട് വീട്ടിൽ വല്ല കഞ്ഞി ഉണ്ടെങ്കിൽ അതും കുടിച്ചിട്ട്, ഇനി വല്ല സൗകര്യം ഉണ്ടെങ്കിൽ നല്ല മന്തി തന്നെ തിന്നിട്ട് വയറ് നിറച്ച് തിന്നിട്ട്, മന്തിക്കടയിലൊക്കെ ഇപ്പം അൺലിമിറ്റഡ് ചോറാണ് അല്ലേ, എവിടെ പോയാലും ചോറ് അൺലിമിറ്റഡാ. അപ്പോൾ വയറ് നിറയെ ചോറും തിന്നിട്ട് മയനീസും കൂട്ടി നന്നായിട്ട് ചോറ് നിന്നിട്ട് കിടന്നുറങ്ങിക്കോളി. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ചർച്ചകളൊക്കെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കർ, ആന, തേങ്ങ, മാങ്ങ ഒന്നും വേണ്ട. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവസാനം ഖത്തം. ഇനി രാഹുൽ ഗാന്ധിക്ക് ഒരു പത്രസമ്മേളനം കൂടി നടത്താം. കേരള ഫയൽ എന്ന് പറഞ്ഞിട്ട് അല്ലേ. കർണാടക ഫയൽ, ഹരിയാന ഫയൽ, ബീഹാർ ഫയലൊക്കെ നമ്മൾ കണ്ടു. ഇനി കേരള ഫയൽ കൂടി നമുക്ക് വാർത്താ സമ്മേളനം നടത്തുന്നത് കാണാം. അതന്നെ, വേറൊന്നുമില്ല, വേറൊന്നും സംഭവിക്കാനൊന്നുമില്ല. അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കൂല. അത്രയേ ഉള്ളൂ. വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇനി ഈ കാര്യത്തിൽ ആരും ചർച്ച ചെയ്യാതിരിക്കുന്നത് അവനിക്ക് നല്ലത്. കാരണം വെറുതെ അവൻ്റെ എനർജി വെറുതെ നഷ്ടപ്പെടുത്തണ്ട. കിടന്നുറങ്ങിയാൽ അത്രയെങ്കിലും ലാഭം കിട്ടും. അത്രയേ ഉള്ളൂ.